ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കുറച്ച് നാളായിട്ട് നമ്മൾ റീപോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന ഒരു പ്ലാന്റ് ആണ്. അതിൻ്റെ ഗ്രോ ബാഗ് എല്ലാം ഇപ്പോൾ കീറി നാശമായി. പീസ് ലില്ലിയുടെ വെരിഗേറ്റഡ് പ്ലാന്റ് ആണിത്. ഇതിൻ്റെ ചുവട്ടിൽ ഒരുപാട് തൈകൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് പല ചട്ടികളിലാക്കി വെക്കുകയാണെങ്കിൽ കുറച്ച് നാളുകൊണ്ട് തന്നെ ഇതേപോലെ തന്നെ കുറേ തൈകൾ അതിൻ്റെ ചുവട്ടിലുണ്ടായിട്ട് വരും. നാസയുടെ ലിസ്റ്റിലുള്ള എയർ പ്യൂരിഫയിങ് പ്ലാന്റ്സിൽ 1ാം സ്ഥാനത്തുള്ള ഒരു പ്ലാന്റ് ആണ് പീസ് ലില്ലി. ഇതിൻ്റെ ഫ്ലവർ വൈറ്റ് ഫ്ലവർ ആയിരിക്കും. ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സമാധാനത്തെയാണ് ആ ഫ്ലവർ സൂചിപ്പിക്കുന്നത്. ഇത് നമുക്ക് ലോ ലൈറ്റിലും സർവൈവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പ്ലാന്റ് നമുക്ക് ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഇൻഡോർ വെക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ലൈറ്റ് കിട്ടുന്നിടത്ത് വേണം വെക്കാനായിട്ട്. ഇതിൻ്റെ സാധാരണ വെറൈറ്റി ആയ ഗ്രീൻ കളറിലുള്ള പ്ലാന്റും എൻ്റെ കയ്യിലുണ്ട്. നമ്മുടെ വീടിൻ്റെ അകത്ത് വോൾ പെയിൻറ്റിൽ നിന്നൊക്കെ വരുന്ന കെമിക്കൽസിനെയൊക്കെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് ഈ ഒരു പ്ലാന്റിനുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ക്വാളിറ്റി എയർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ അകത്ത് ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്താൽ മതി. ഒരുപാട് നീളത്തിൽ വളർന്ന റൂട്ട്സൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്ത് കൊടുത്താൽ പുതിയ റൂട്ട്സുകൾ പെട്ടെന്ന് തന്നെ വരും. ഇതിൻ്റെ ഈ അടിഭാഗത്തുള്ള കിഴങ്ങ് പോലെയുള്ള ഭാഗം കട്ട് ചെയ്ത് വെച്ചാലും അതിൽ നിന്ന് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. ഇത് നമ്മൾ നടുന്നതിന് മുമ്പ് അതിൽ കുറച്ച് ഫംഗിസൈഡ് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് സാഫാണ്. ഫംഗസ് രോഗങ്ങളിൽ നിന്നൊക്കെ ചെടികളെ സംരക്ഷിക്കാനായിട്ട് നമ്മൾ ഏതൊരു പ്ലാന്റ് കട്ട് ചെയ്യുമ്പോഴും റീപോർട്ട് ചെയ്യുമ്പോഴും ഒക്കെ ഫംഗിസൈഡും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റ്സ് എല്ലാം ഓരോരോ ചട്ടിയിൽ നമുക്ക് നട്ടു കൊടുക്കാം. ഇത്രയും പ്ലാന്റ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ അടിയിലുണ്ടായിരുന്ന റൈസോമും നമ്മൾ നട്ടുവച്ചിട്ടുണ്ട്. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.